നിറച്ച് വേര. ആ ചകിരിച്ചോറിൻ്റെ കളറായതുകൊണ്ടാണ് അറിയാത്തത്. സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും, നിറച്ച് വേരാണ്. ഞാനിത് ഇവിടെ അങ്ങ് ക്ലിപ്പിട്ട് അടയ്ക്കുക. ഇത് ക്ലിപ്പാണ്. ആ ക്ലിപ്പിട്ട് അടച്ച സാധനം സെറ്റ്. ഇതിപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പടയണി ഗാർഡൻസ് ആൻഡ് അഗ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും നമ്മളോട് ചോദിക്കുന്ന, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു മാവുണ്ട്, ആ മാവിൻ്റെ തൈകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമോ, അല്ലെങ്കിൽ അതെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാമോ, ബഡ് ചെയ്ത് കൊടുക്കാമോ എന്നൊക്കെ. ഇത് അവരവർക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അത് ബഡ് ചെയ്യേണ്ട, ഗ്രാഫ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് എയർ ലെയർ ചെയ്യൂ. എയർ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആ തൈ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അടുത്ത വർഷം അല്ല അതിൻ്റെ അടുത്ത വർഷം ഈ ഉണ്ടാക്കുന്ന തൈയിൽ നിന്ന് നമുക്ക് മാങ്ങ പറിച്ചെടുക്കുകയും ചെയ്യാം. അതിന് എളുപ്പമാർഗം എയർ ലെയറിങ് തന്നെയാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഓൾ സീസൺ മാവാണ്. എളുപ്പത്തിന് നമ്മൾ കൂടുതൽ എയർ ലെയർ ചെയ്യുന്ന ഇതാണ്. അപ്പം ഇതിൽ നമുക്ക് കാണിക്കാം. ഓൾ സീസൺ മാവിൽ നമുക്ക് നേരെ നിൽക്കുന്ന ഒരു സ്റ്റമ്പ്, കഴിവതും മേലോട്ട് തന്നെ നിൽക്കുന്ന ഒരു കമ്പ് തപ്പിയെടുക്കുക. ആ കമ്പ് എന്നിട്ട് അടുത്തോട്ട് വരും, കാണിച്ചോളൂ. ഇപ്പം ഇത് നേരെ നിൽക്കുന്നൊരു കമ്പാണ്. ഈ കമ്പിൻ്റെ ഈ ഒരു പോർഷൻ ഏകദേശം നമ്മുടെ എയർ ലെയറിങ് കപ്പിൻ്റെ അകത്ത് നിർത്താൻ പറ്റിയ, ഈ മേലത്തെ കണത്ത് ഇതിന് അകത്ത് നിർത്താൻ പറ്റിയൊരു കമ്പ്. ആ കമ്പ് ഇതിപ്പോൾ 2 ഇഞ്ചിൻ്റെ എയർ ലെയറിങ് കപ്പാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ 4 ഇഞ്ച് 6 ഇഞ്ച് വരെയുള്ള എയർ ലെയറിങ് കപ്പുണ്ട്. ഇപ്പോൾ ഈ ചെറിയ കമ്പിന് നമുക്ക് 2 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആദ്യം അതിന് ഒരു 1 ഇഞ്ച് തൊട്ട് 3/4 ഇഞ്ച് വരെ വരത്തക്ക രീതിയിൽ ഒരു കട്ടിങ് ഇടുക. രണ്ട് സൈഡും ഔട്ടർ സ്കിന്ന് പോകത്തക്ക രീതിയിൽ ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെത്തിക്കളയാം. ഉണ്ടോ? ചെത്തിയിട്ട് അതിൻ്റെ ആ പച്ചപ്പ് മൊത്തം മാറണം. മാറിയിട്ട് വൈറ്റ് സ്കിന്ന് പ്രോപ്പറായിട്ട് തെളിഞ്ഞു വരണം. ഇതേപോലെ ഈ ലെയർ ഫുള്ള് നമ്മളങ്ങ് കളയണം. ഇത് കണ്ടോ, ഇത്രയും ക്ലിയർ ആയിട്ട് ആ വൈറ്റ് കറക്റ്റ്, ആ വൈറ്റ് അതായത് നമ്മുടെ ഔട്ടർ സ്കിൻ ഫുള്ള് പോയി വൈറ്റ് നല്ല രീതിയിൽ കാണത്തക്ക രീതിയിൽ തെളിയിച്ചെടുത്തിട്ട് ഇപ്പം നേരെയുള്ള കമ്പാണ് നമുക്ക് കാണാൻ വേണ്ടി സൗകര്യത്തെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വരുന്ന കമ്പാണ്. അപ്പോൾ ഇതിലോട്ടാണ് ഇനി നമ്മൾ ഈ കപ്പ് ചകിരിച്ചോറ് നിറച്ച് അടയ്ക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ചകിരിച്ചോറാണ്. ചകിരിച്ചോറിൽ ഇച്ചിരി വെർമിക്കുലേറ്റും പെർലൈറ്റും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമ്മളിവിടെ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ സാധനം ഇടുന്നതേ ഉള്ളൂ. എയറേഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കപ്പിൻ്റെ 2 സൈഡും നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് ഇതിൻ്റെ വ്യാസം കൂടിയ വശം താഴെ, വ്യാസം കുറഞ്ഞ വശം മേളിലും ആകത്തക്ക രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അങ്ങ് ക്ലിപ്പിട്ട് അടയ്ക്കുക. ഇത് ക്ലിപ്പാണ്. ആ ക്ലിപ്പിട്ട് അടച്ച സാധനം സെറ്റ്. ഇതിപ്പോൾ ഇതിൽ കുറച്ച് ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൽ വേണമെങ്കിൽ നമുക്ക് വയർട്ടായിട്ട് ടൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇപ്പഴത്തേ കണ്ടോ, ഞാൻ വയർട്ടായിട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അത് ഏകദേശം 1 2 3 4 5 ഈ ഒരു മരത്തിൽ തന്നെ ഇപ്പോൾ ഏകദേശം 6 എയർ ലെയർ കപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെല്ലാം കൂടെ ഏകദേശം ഒരേ ടൈമിലായിരിക്കും കട്ട് ചെയ്തെടുത്ത് കവറിലാക്കുന്നത്. അപ്പോൾ അത്രയും തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. ഇതിപ്പോൾ ഓൾറെഡി ഒരു 4 5 പ്രാവശ്യം കാ വീണ മാവാണ്. അപ്പം ആ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണം ഈ ലെയർ ചെയ്ത് എടുക്കുന്ന തൈകൾക്കും ഉണ്ടാവും. ചെടികൾ എളുപ്പത്തിൽ വീട്ടിലുള്ളവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും സക്സസ് റേറ്റ് കൂടിയ ഒരു പരിപാടി എയർ ലെയറിംഗ് ആണ്. അത് എല്ലാ ചെടികൾക്കും പറ്റില്ല. പറ്റുന്ന ചെടികൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ള കേസുകൾ, ഒന്ന് മാവ്, പേര, സപ്പോട്ട, ചാമ്പ, ബുഷ് ഓറഞ്ച്, നാരകം എല്ലാം നമുക്ക് എയർ ലെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലാവ് എന്തുകൊണ്ടും അങ്ങോട്ട് സക്സസ് ആകുന്നില്ല. കാര്യം പ്ലാവിൽ കറ കൂടിയത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ചെയ്തതിൻ്റെ തെറ്റാണോ എന്നറിയില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യുന്ന ഇപ്പോൾ ഒരു 90-95% സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പം നമ്മൾ സ്കിന്ന് കളയുമ്പോൾ മൊത്തത്തിൽ സ്കിന്ന് കളഞ്ഞില്ലെങ്കിൽ അത് റിപ്പയർ ആയി പോകും. അങ്ങനെ റിപ്പയർ ആയി പോകുന്നത് മാത്രമേ നമുക്ക് സക്സസ് ആകാതെ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ആ
സ്കിന്ന് കളയുമ്പോൾ പ്രോപ്പറായിട്ട് കളഞ്ഞാൽ അതും ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിക്കില്ല. നമ്മൾ എയർ ലെയർ ചെയ്ത മാവ്, ആ മാവിൻ്റെ എയർ ലെയർ ചെയ്ത കപ്പ് നമ്മൾ ഊരിട്ട് അവനെ പതുക്കെ കവറിലോട്ടാക്കുക. ഇത് കണ്ടോ, നിറച്ച് വേര. ആ ചകിരിച്ചോറിൻ്റെ കളറായതുകൊണ്ടാണ് അറിയാത്തത്, സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും, നിറച്ച് വേരാണ്. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ നഴ്സറി ബാഗിലോട്ട് പോട്ടി മിക്സ് നിറച്ച് അതിലോട്ട് ഇറക്കി വെക്കുകയാണേ. എപ്പോഴും നഴ്സറി ബാഗ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡ് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നിറയ്ക്കണം. കാര്യം നല്ല സ്ട്രോങ് ആയിട്ട്, മണ്ണിന് ഇളക്കം കൂടുതലുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ വേരോട്ടം പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. ഇതിനെപ്പോഴും അനക്കം തട്ടി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേര് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. വെള്ളം കൂടുതലാകുമ്പോൾ വേരിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ നല്ല ടൈറ്റായിട്ട് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങ് സെറ്റായിട്ടിരുന്നു പോകും. ഇനി ഇവനെ നമ്മൾ ഒരു 10 ദിവസം തണലത്ത് തന്നെ വെക്കും. വെയിലത്തോട്ട് ഇറക്കത്തില്ല, തണലത്ത് വെച്ച് പുതിയ തളിരൊക്കെ വന്ന് സെറ്റായി കഴിയുമ്പോൾ വെയിലത്തോട്ട് മാറ്റി വെക്കും. ഓക്കെ. കൃഷി സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും നഴ്സറികളുടെ ചെറിയ ചെറിയ ടിപ്സിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. നല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ. ശുഭദിനം.